അശരണരുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രമായ പാലാ മരിയ സദനത്തിന് ഇത് അതിജീവനത്തിന്റെ ക്രിസ്തുമസാണ്. സാമ്പത്തിക ഞെരുക്കത്താൽ നട്ടം തിരിയുന്ന മരിയ സദനത്തെ പിടിച്ചു നിർത്താൻ ഇത്തവണ ഇവിടുത്തെ കുട്ടികൾ ചേർന്ന് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി വിളംബരം ചെയ്ത് നാടെങ്ങും ക്രിസ്തുമസിനെ വരവേൽക്കുമ്പോൾ തങ്ങളുടെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ വിറ്റുപോയെങ്കിലേ മരിയ സദനത്തിലെ മക്കൾക്ക് ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കാനാകൂ. ഇവിടെ അന്തേവാസികളായിട്ടുള്ള 50ഓളം കുട്ടികൾ ചേർന്നാണ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഒരുക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഇവിടുത്തെ കുട്ടികൾ. ഇവരെ സഹായിക്കാൻ മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫും കുടുംബവും മറ്റ് അന്തേവാസികളുമൊക്കെ ഒപ്പം കൂടി. മരിയ സദനത്തിൻ്റെ പൂമുഖത്ത് വർണ്ണക്കടലാസുകൾ വലിച്ചുകെട്ടിയ മേലാപ്പിനു കീഴെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ മിഴിതുറന്നിരിക്കുകയാണ്. ആർക്കും ഉൾക്കൊള്ളാനാവും വിധം തുച്ഛമായ വിലയ്ക്കാണ് ക്രിസ്തുമസ് അലങ്കാര വസ്തുക്കൾ ഇവിടെ കൊടുക്കുന്നത്. അലങ്കാര വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് പൂച്ചട്ടികളിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് കാലം കഴിഞ്ഞാൽ ഇവ പൂച്ചട്ടിയായും ഉപയോഗിക്കാം. പറയട്ടെ, സ്നേഹമുള്ളവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെ ഒരു ക്രിസ്മസ് കൂടി വന്നണയാണല്ലോ. മരിയ സ്ഥാനത്തിൽ പതിവ് പോലെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. നമ്മുടെ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തടിയും പ്ലൈവുഡും വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു 8-10 വർഷത്തേക്ക് അത് കേടായി പോകല. അത് കുറേ നാളുകൾ കൊണ്ട് ഇവർ 2-3 മാസം കൊണ്ട് ഒരുങ്ങിയിട്ടാണ് അത് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നക്ഷത്രങ്ങൾ ചൂരൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. ചൂരലിൽ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ പഴയ മോഡൽ ആണ്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. അത് ആളുകൾക്ക് ഇത് വാങ്ങാൻ വളരെ താല്പര്യമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാലും ഇവരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചിലർക്ക് മാനസികമായ ചില വിഷമങ്ങൾക്കായി, മറ്റു ചിലർ ആൽക്കഹോള്, അതുപോലെ ഡി അഡിക്ഷൻ്റെ അങ്ങനെ അവസ്ഥയിൽ വന്നവരൊക്കെയാണ്. പക്ഷെ അവരൊക്കെ വളരെ ഹെൽത്തിയാണ്. സമൂഹത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ സ്വീകാര്യത കിട്ടാത്തതുകൊണ്ട് ഇവരൊക്കെ ഇവിടുത്തെ സേവകരായി, ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇതിനകത്ത് പെയിൻറ്റിങ് അറിയാവുന്ന ആൾക്കാരുണ്ട്, കാർപ്പൻറ്റേഴ്സുണ്ട്, കലാപരമായ വാസനകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇത് ക്രിസ്മസിന് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഒരുക്കുന്നത്. ആളുകളൊക്കെ നല്ല സഹകരണം കിട്ടുന്നുണ്ട്. ഏതാണ്ട് 10-20ഓളം പുൽക്കൂടും 10-25ഓളം നക്ഷത്രങ്ങളും ഏകദേശം ചിലവായി പോയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ കണ്ണൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അങ്ങനെ പാഴ്സൽ തരാൻ പറ്റുമോ, അപ്പോൾ അതും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സഹകരണത്തിനും പ്രത്യേകത. ക്രിസ്തുമസ് ആഘോഷത്തിന് എല്ലാവർക്കുമായി കേക്ക് മുറിക്കുന്നതിനും സദ്യ ഒരുക്കുന്നതിനും തന്നെ നല്ലൊരു തുകയാകും. ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ +2 മുതൽ പഠിക്കുന്ന കുട്ടികൾ തങ്ങളാലാവും വിധം തങ്ങളുടെ ഭവനത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നത്. കാർഡ്ബോർഡും ന്യൂസ് പേപ്പറും പിന്നെ അതേപോലെ പഴയ റിബൺസും ഒക്കെ വെച്ച് ചെയ്ത ചെറിയ ക്രാഫ്റ്റ് വർക്ക്സ് ആണ്. ഇതേപോലെ പഴയ കുപ്പികൾ വെച്ച്, അതേപോലെ പഴയ നമുക്ക് വേസ്റ്റായ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ കൂടുതൽ ക്രാഫ്റ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒക്കെ ഒരുക്കാനുള്ള വസ്തുക്കൾ പാലായിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ സൗജന്യമായി കൊടുക്കുകയായിരുന്നു. i4 ന്യൂസ്, പാലാ.